നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യം ഗാസയിൽ തന്നെ ഉണ്ടാകും. ഇക്കാര്യം അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവനയോട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. അമേരിക്കയോട് സംയുക്ത സൈന്യത്തിൻ്റെ നേതൃത്വം വേണമെന്ന് ആവശ്യപ്പെട്ട അസിം മുനീർ രംഗത്ത് വരുമ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ പാകിസ്ഥാൻ സൈനികർക്ക് കഴിയുമോ? അമേരിക്കയുടെ നടപടികളോട് അനുഭാവപൂർവമായ നിലപാട് തന്നെയല്ലേ അപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കേണ്ടി വരുന്നത്? എന്തായിരിക്കും അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ്റെ ആ ഇരട്ടത്താപ്പിന് സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ പാകിസ്ഥാൻ ഹമാസിനെതിരായി തിരിഞ്ഞാൽ എന്തായിരിക്കും ഹമാസ് അടക്കമുള്ള സംഘടനകൾ ഇനി പാകിസ്ഥാനോട് കാട്ടുന്ന നിലപാട്? പാകിസ്ഥാനുള്ളിൽ തന്നെ ISIയും അതുപോലെ അൽ ഖയ്ദയുടെ വേരുകളും ഒക്കെ തന്നെ തലപൊക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ-തയ്യബയും ഹിസ്ബുൾ മുജാഹിദീനും ഏത് നിലപാടായിരിക്കും അസിം മുനീറിനോട് സ്വീകരിക്കുക എന്ന ചോദ്യമടക്കം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. അങ്ങനെ തൃശങ്കുവിലായിരിക്കുന്നു പാകിസ്ഥാൻ, അങ്ങനെ ആക്കിയിരിക്കുന്നു അസിം മുനീർ. ഗാസയിലെ നിർദ്ദിഷ്ട അന്താരാഷ്ട്ര സ്ഥിരതാ സേനയുടെ നേതൃത്വ ഉത്തരവാദിത്തമാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആ നേതൃത്വ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് മറ്റൊരു കുതന്ത്രത്തിന് വേണ്ടിയാണോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് ഹമാസിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചെടുക്കാനായി രൂപീകരിക്കുന്ന സേനയിൽ ചേരുന്നതിന് പാകിസ്ഥാൻ സൈന്യം ചില നിബന്ധനകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ചിലതാകട്ടെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിൽ കൈകടത്തുന്നതും. അതായത് പാകിസ്ഥാൻ ഗാസയിലെ ഹമാസിനോട് പണത്തിന് വേണ്ടി പോരാടുമെന്ന് സാരം. അതായത് പണം കൊടുത്താൽ ഏത് തീവ്രവാദികളെ വേണോ തങ്ങൾ ഉന്മൂലനം ചെയ്യാമെന്ന് സാരം. പാകിസ്ഥാൻ ഗാസ സമാധാന സേനയിൽ ചേരാൻ വാഗ്ദാനം ചെയ്തെന്നും അമേരിക്ക അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ട്രംപ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എന്നിരുന്നാലും ഗാസയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ അയക്കുന്നതിനെതിരെ പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് ഉയരുന്നുണ്ട്. അത് ISIയിൽ നിന്നടക്കം എതിർപ്പ് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ISIയെ ധിക്കരിച്ചുകൊണ്ട് അസിം മുനീറിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഗാസയിലെ ഈ സംയുക്ത സേനയുടെ കമാൻഡർ പാകിസ്ഥാൻ ഒരു മുതിർന്ന ജനറലിന്റെ നേതൃത്വത്തിന് ഏറ്റെടുക്കണമെന്നാണ് ഇസ്ലാമാബാദ് ആഗ്രഹിക്കുന്നത്. ആ വിഷയവുമായി പരിചയമുള്ള ആളുകളെ നിയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നും പാകിസ്ഥാൻ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാന്റെ പങ്കെന്ത് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് വ്യക്തമായി തന്നെ അറിയാം ഹമാസിനോട് എന്ത് നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. ആ നിലപാട് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകും. ആ സാഹചര്യത്തിലാണോ ഉന്നത സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ ജനറലിനെ തന്നെ നിയമിക്കുക? അന്താരാഷ്ട്ര പിന്തുണയെ ആശ്രയിച്ചായിരിക്കും ഈ തീരുമാനം ഇനി മുന്നോട്ട് പോവുക. എന്നിരുന്നാൽ പോലും ഇതിനെ ആരും അനുകൂലിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഗാസയിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നതിന് പകരമായി അമേരിക്കയിൽ നിന്നും ദീർഘകാല സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗാസയിൽ ഹമാസിനെതിരെ പോരാടാനായി പാകിസ്ഥാൻ സൈന്യത്തെ എന്തായിരുന്നാലും അയക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്നത സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഈ സംയുക്ത സേനാ രൂപീകരണം, മാൻഡേറ്റ്, പ്രവർത്തന പ്രക്രിയ എന്നിവയെക്കുറിച്ച് അമേരിക്കയിലെയും പാകിസ്ഥാനിലെയും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ നിരന്തരമായ ആശയ സംവേദനം നടത്തുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള പല നീക്കുപോക്കുകൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. സേനയുടെ ഘടന എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ നടപ്പിലാക്കുന്ന രീതി, അതായത് ആസൂത്രണം, അതിൻ്റെ ചട്ടക്കൂട്, അതിൻ്റെ നിയമങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഉന്നതതല യോഗം ഉടൻ തന്നെ വിളിച്ചു ചേർക്കാനിരിക്കുകയാണ്. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീറും അമേരിക്കൻ സെൻട്രൽ കമാൻഡറും തമ്മിൽ ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തി ഇതിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രത്യേക നയതന്ത്ര ചർച്ചകൾ നടത്താനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനും ഒരു പ്രതിരോധ പ്രതിനിധി സംഘവും വളരെ വേഗത്തിൽ പാകിസ്ഥാൻ സന്ദർശനം പൂർത്തീകരിച്ച് അവിടെ നിന്നും വിവരങ്ങൾ ആരാഞ്ഞ് എങ്ങനെ വേണം മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു കൃത്യമായ രൂപരേഖ തയ്യാറാക്കും. അതുകൂടാതെ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പാകിസ്ഥാൻ സന്ദർശനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സംയുക്ത സേനയിൽ വളരെയധികം താല്പര്യം കാണിക്കുന്നുവെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. സൗദി അറേബ്യ, ജോർദൻ, ഈജിപ്ത്, ലിബിയ എന്നിവിടങ്ങളിലേക്കുള്ള അസിം മുനീറിന്റെ ഈ അടുത്തുള്ള സന്ദർശനങ്ങൾ ഈ കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് വേണം നിലവിൽ മനസ്സിലാക്കേണ്ടത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.